അതിൻ്റെ പകരം തയമ്മും, കാൽ കഴുകുന്നതിന് പകരം ഹുഫ് തടകൽ, വുളു മുറിയുന്ന കാരണങ്ങൾ, അതിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, സുന്നത്തുകൾ, കറാഹത്തുകൾ, വുളു ഇല്ലാതിരിക്കുമ്പോൾ ഹറാമാവുന്ന കാര്യങ്ങൾ തുടങ്ങി സമ്പൂർണമായി അതിൻ്റെ ചർച്ച അവസാനിച്ചു. ഇനി കുളിയെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. അൽ ഗുസ്ലു, കുളി. ഹുവൽ സയലാനുൽ മായി അലാ ഷൈഇൻ. ഗുസ്ല് എന്നതിൻ്റെ ഭാഷാർത്ഥം ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മേൽ വെള്ളം ഒഴുകുക എന്നാണ്. എന്നാൽ വശറഅൻ സയലാനുഹു അലാ ജമീൽ ബദനി ബിനിയ്യ. ശരീഅത്തിൻ്റെ വീക്ഷണപ്രകാരം നിയ്യത്തു സഹിതം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒലിക്കുക, ഇതാണ് ഗുസ്ലിൻ്റെ അർത്ഥം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു. നിങ്ങൾ ജനാബത്തുള്ളവരാണെങ്കിൽ ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണം കുളിയെ സംബന്ധിച്ചാണെന്ന് ഹദീസുകളിലും മഹാന്മാരുടെ ഉദ്ധരണികളിലും കാണാൻ കഴിയും. മറ്റൊരായത്ത്, ഫയതസിലുൻ നിസാഅ ഫിൽ മഹീളി വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന ഫയതസിലുൻ നിസാഅ ഫിൽ മഹീൾ. ആർത്തവമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സ്ത്രീകളെ വർജിക്കണം, ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വർജിക്കണം. വലാ തഖറബൂഹുന്ന, ആ മേഖലകളിൽ അവരോട് അടുക്കുക പോലും ചെയ്യരുത്. ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ. ഈ രണ്ട് ആയത്തുകളിലും കുളിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചു. മൂജിബാത്തുൽ ഗുസ്ലി, കുളിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. മൂജിബാത്തുഹു സിത്തത്തുൻ, കുളിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ 6 എണ്ണമാണ്. 6 കാരണങ്ങളിൽ ഒന്നുണ്ടായാൽ കുളി നിർബന്ധമായി. 1, ഖുറൂജു മനിയിഹി, വ്യക്തിയുടെ സ്വന്തം മനിയി പുറത്തു വരിക. വ്യക്തിയുടെ സ്വന്തം മനിയി പുറത്തു വരിക. ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗിക ബന്ധത്തിൻ്റെ ശേഷം ഭാര്യയ്ക്ക് സ്ഖലനം നടന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. കുളിച്ചതിന് ശേഷം ഭാര്യയിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് ബീജം പുറത്തേക്ക് വന്നാൽ അത് ഭർത്താവിൻ്റേതാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൾ വീണ്ടും കുളിക്കേണ്ടതില്ല. ഇതാണ് സ്വന്തം മനിയി പുറത്തേക്ക് വരിക എന്നതിൻ്റെ താല്പര്യം. ഇനി പുരുഷൻ്റെ തന്നെ ബീജം പുറത്തേക്ക് വന്നു, ആ ബീജം രണ്ടാമതായി ഉള്ളിലേക്ക് എന്തോ മാധ്യമങ്ങളാൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ ആധുനിക സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ ബീജം പിന്നീട് പുറത്തേക്ക് വന്നു കുളിച്ച ശേഷം. എന്നാൽ അവിടെ കുളിക്കാൻ നിർബന്ധമില്ല. കാരണം രണ്ടാമത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ അത് അവൻ്റെ മനിയായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. യുറഫുൽ മനിയു ബി തദഫുക്കിൻ ഔ ലദ്ദത്തിൻ ഔ റീഹി അജീനിൻ റത്ബൻ വബയാദി ബൈളിൻ ജാഫൻ. മനിയാണോ പുറത്തേക്ക് വന്നത് എന്നെങ്ങനെ അറിയപ്പെടും? അതിൻ്റെ ഒരടയാളം അത് തെറിച്ചു പുറപ്പെടുക എന്നതാണ്. അല്ലെങ്കിൽ പുറപ്പെടുന്ന സമയത്ത് ഒരു തരം ആനന്ദം, സുഖം അനുഭവപ്പെടുക എന്നതാണ്. അതുമല്ലെങ്കിൽ പച്ചയായിരിക്കുന്ന സമയത്ത് ഗോതമ്പ് മാവിൻ്റെ വാസനയും ഉണങ്ങിയാൽ കോഴിമുട്ട വെള്ളയുടെ സ്മെല്ലും ഉണ്ടെങ്കിൽ അത് മനിയാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ 3 അടയാളങ്ങളാണ്. 3 ഒന്നിച്ച് വേണമെന്നില്ല, 3-1 മതി മനിയാണ് എന്നറിയാനുള്ള അടയാളങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിലൂടെ മനിയാണോ മതിയാണോ എന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ്. വലോ ഫുക്കിദത്ത് ഹാദിഹിൽ ഹവാസു സലാസു
ഈ പറഞ്ഞ 3 പ്രത്യേകതകളും ഇല്ലെങ്കിൽ ഫലാ ഗുസ്ല, കുളിയില്ല, വുജൂബൻ, കുളി നിർബന്ധമില്ല, വലാ നദ്ബൻ, സുന്നത്തുമില്ല, ബൽ യഹ്റുമു, മറിച്ച് കുളിക്കൽ ഹറാമാവും. കാരണം കുളി എന്നതൊരു ഇബാദത്താണ്. ഇവിടെ അതിൻ്റെ കാരണം ഉണ്ടായിട്ടില്ല. കാരണമുണ്ടാകാതെ ആ കാരണം നിയത്ത് വെച്ച് കുളിക്കുമ്പോൾ ഒരു ഫാസിദായ ഇബാദത്തുമായി ബന്ധപ്പെടലാണ്. അത് ഹറാമാണ്. അതുകൊണ്ടാണ് ഹറാമാണെന്ന് പറയാൻ കാരണം. പക്ഷേ ലൗ ശക്ക ഫിൽ ഖാരിജി, പുറത്തു വന്ന വസ്തുവിൽ സംശയിച്ചു, ആ മനിയുൻ ഹുവ അം മദിയുൻ, പുറത്തേക്ക് വന്നത് മനിയാണോ അല്ലെ മദിയാണോ എന്ന് സംശയിച്ചു. എന്നാൽ തഹയ്യറ, അവിടെ അവന് ഇഷ്ടം ചെയ്യാവുന്നതാണ്. ഫൈൻ ഷാ ജഅലഹു മനിയൻ, മനിയാണെന്ന് വെക്കാം, വഗ്തസല, കുളിക്കാം. വൈൻ ഷാ ജഅലഹു മദിയൻ, മദിയാണെന്ന് വെക്കാം, വഗ്സലഹു, അത് കഴുകിക്കളയാം, വതവല്ല, വുളു എടുക്കുകയും ചെയ്യാം. ഇത് പുറത്തേ വന്നത് മനിയാണോ മദിയാണോ സംശയമുണ്ടായിടത്താണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മനി അറിയപ്പെടാനുള്ള കാരണം, മാധ്യമങ്ങൾ, അവ ഇല്ലാതിരുന്നാലുള്ള വിധി, മനിയാണോ മദിയാണോ എന്ന് സംശയിച്ചാലുള്ള ഹുക്കുമ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ തുടരാം. ഫിഖ് 39. വലൗ റഅ മനിയൻ ഫീ സൗബിഹി ഔ ഫിറാഷിഹി, തൻ്റെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ വിരിപ്പിൽ ഒരാൾ മനിയ് കണ്ടു. വലം യഹ്തമിൽ കൗനുഹു മിൻ വൈരിഹി, അത് മറ്റൊരാളുടേതാവാൻ സാധ്യതയുമില്ല. എന്നാൽ ആയത ബഅദൽ ഉസ്ലി, കുളിച്ചിട്ട് മടക്കണം, കുല്ല സ്വലാത്തിൻ തയക്കനഹ ബഅദഹു, ഈ മനിയിൻ്റെ ശേഷം നിർവഹിച്ചതാണ് എന്ന് ഉറപ്പുള്ള എല്ലാ നിസ്കാരവും മടക്കി നിസ്കരിക്കണം. വുജൂബൻ, അത് നിർബന്ധമാണ്. വകുല്ല സ്വലാത്തിൻ ഇഹ്തമല കൗനഹ ബഅദഹു, ഈ മനിയ് പുറപ്പെട്ട ശേഷമാവാൻ സാധ്യതയുള്ള എല്ലാ നിസ്കാരവും അടക്കണം. നദ്ബൻ, അത് സുന്നത്തുമാണ്. അപ്പം ഈ കണ്ട മനിയ് തൻ്റേതാണെന്ന് ഉറപ്പായി എങ്കിൽ അയാൾ നിസ്കരിച്ചിട്ടുമുണ്ട് കുളിക്കാതെ. നിസ്കരിച്ച ശേഷമാണ് ഈ മനിയ് കാണുന്നത് എങ്കിൽ കുളിക്കണം. എന്നിട്ട് മനിയ് പുറപ്പെട്ട ശേഷമാണ് എന്ന് ഉറപ്പുള്ള നിസ്കാരം നിർബന്ധമായും അടക്കണം. മനിയ് പുറപ്പെട്ടതിന് ശേഷമാവാൻ സാധ്യതയുള്ള നിസ്കാരമാണെങ്കിൽ അത് മടക്കൽ സുന്നത്തുമാണ്. ഉദാഹരണം പറഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം ഇയാൾ ഉറങ്ങിയിരുന്നു. അങ്ങനെ വൈകുന്നേരം മഗ്‌രിബിൻ്റെ ശേഷമാണ് തൻ്റെ ബെഡിൽ മനിയ് കാണുന്നത്, അല്ലെ വസ്ത്രത്തിൽ. അവിടെ വേറെ ആരും വന്ന് കിടന്നിട്ടില്ല, തൻ്റെ തന്നെയാണെന്ന് ഉറപ്പാണ്. ഇവിടെ സുബഹിക്ക് ശേഷം കിടന്നുറങ്ങിയപ്പോൾ സ്കരിച്ചതാവാം, രാത്രി കിടന്നുറങ്ങിയപ്പോൾ സ്കരിച്ചതാവാം. ഈ 2 സാധ്യത അവിടെയുണ്ട്. എന്നാൽ സുബഹിക്ക് ശേഷമുള്ള ളുഹർ, അസർ, മഗ്‌രിബ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണം അത് മനിയ് പുറപ്പെട്ട ശേഷമുള്ള നിസ്കാരമാണെന്ന് ഉറപ്പാണ്. സുബഹി നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. ഒരു പക്ഷേ അത് രാത്രി ഉറങ്ങിയപ്പോഴാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് പുറപ്പെട്ടതിന് ശേഷം ആവാനാ സാധ്യതയുണ്ട് ഈ സുബഹി നിസ്കരിച്ചത്. അത് മടക്കൽ സുന്നത്തുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻ ഇഹ്തമല കൗനുഹു മിൻ വൈരിഹി യുന്ദബുലുഹുൽ ഉസ്രു, ഇനി മറ്റൊരാളുടേതാവാനും സാധ്യതയുണ്ട്. വിരിപ്പിൽ 2 പേര് കിടന്നുറങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഇവൻ്റെ ശേഷം ഒരാൾ കിടന്നിട്ടുണ്ട്, അയാളുടേതാവാനും സാധ്യതയുണ്ട്. എന്നാൽ കുളിക്കൽ സുന്നത്താണ്. യാദത്തു സ്വലാത്തി കദാലിക്, ഇതുപോലെ നിസ്കാരം മടക്കലും സുന്നത്താണ്. അപ്പം ബീജം പുറപ്പെടലുമായി ബന്ധപ്പെട്ട് കുളി നിർബന്ധമാകുന്നതിൻ്റെ വശങ്ങളാണ് ഇന്നലെയും ഇന്നുമായി നാം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാരണം, ദുഹൂലു ഹഷ്ഫത്തിൻ ഫർജൻ, ഹഷ്ഫ ഫർജിൽ പ്രവേശിക്കുക. ഹഷ്ഫ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ലിംഗാഗ്രം ചേലാകർമ്മം ചെയ്യപ്പെടുമ്പോൾ മുറിച്ചു മാറ്റപ്പെടുന്ന തൊലിക്ക് ഉൾഭാഗത്തുള്ള ഭാഗം, അതാണ് ഹഷ്ഫ. അത് ഫർജിൽ പ്രവേശിക്കലോടുകൂടെ തന്നെ കുളി നിർബന്ധമായി.
അവിടെ പിന്നെ ബീജം സ്കരിക്കണം എന്നില്ല, കൂടുതൽ സമയം വേണം എന്നുമില്ല. ഹഷ്ഫ ഫർജിൽ അത് മറയലോട് കൂടെ തന്നെ കുളി നിർബന്ധമായി. ആണിന് നിർബന്ധമായി, പെണ്ണിന് നിർബന്ധമായി. വലൗകാന അഹദുഹുമാ മുൻഫസിലൻ, ഈ ഹഷ്ഫ ഫർജ് ഇത് രണ്ടിൽ ഓരോന്ന് ഏതെങ്കിലും ഒന്ന് വേർപെട്ടതാണെങ്കിൽ പോലും, ഔലി ബഹീമത്തിൻ അല്ലെങ്കിൽ ഏതും നാൽക്കാലിയുടേതാണെങ്കിൽ പോലും, ഔ മയ്യത്തിൻ അല്ലെങ്കിൽ മയ്യത്തിൻ്റെതാണെങ്കിൽ പോലും കുളി നിർബന്ധമാകും. ലാക്കിൻ പക്ഷേ ലാ ഉസ്ര ലാ സാഹിബിൽ മുൻഫസിലി, വേർപെട്ട ലിംഗം ആ ലിംഗത്തിൻ്റെ ഉടമ കുളിക്കാൻ നിർബന്ധമില്ല. ആ ലിംഗം ആരിലേക്കാണോ പ്രവേശിപ്പിക്കപ്പെട്ടത് അവൾ കുളിച്ചാൽ മതി. വല ആരിൽ മയ്യത്തി, മയ്യത്തിനെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ ആ മയ്യത്തിന് കുളി നിർബന്ധമല്ല. വലൗകാന ദുഹൂലുഹാ ഫീ ദുബുരിൻ, വലൗകാന ദുഹൂലുഹാ ഫീ ദുബുരിൻ, ഹഷ്ഫ പ്രവേശിച്ചത് പിൻദ്വാരത്തിലാണെങ്കിലും കുളിക്കൽ നിർബന്ധമാണ്. രണ്ടുപേരും കുളിക്കണം. അത് കടുത്ത ഹറാമാണ്, അത് മറ്റൊരു വിഷയം. അങ്ങനെ ചെയ്താൽ കുളി നിർബന്ധമാണെന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, അനുവദനീയമാണെന്നല്ല. ഔ ബി ഹായിലിൻ, ഇനി മറയോടുകൂടെയാണെങ്കിലും കുളിക്കൽ നിർബന്ധമാണ്. പുരുഷൻ കോണ്ടം ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ഹഷ്ഫ പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും. ഔ ബി സഹ്വീൻ, അല്ലെങ്കിൽ മറന്നിട്ട് ആണെങ്കിലും കുളി നിർബന്ധമാണ്. ഔ ബി ഇക്രാഹിൻ, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് ഒരാൾ കടത്തിയതാണ് എന്നാലും, ഔ ബിലാ ഷഹ്വത്തിൻ, ഇനിയൊരു വികാരവും ഇല്ലാതെ ലൈംഗികമായ ഉത്തേജനം ഒന്നുമില്ലാതെയാണെങ്കിൽ പോലും കുളി നിർബന്ധമാണ്. അപ്പോൾ പുരുഷൻ്റെ ലിംഗാഗ്രം ഫർജിൽ പ്രവേശിക്കലോടുകൂടെ കുളി നിർബന്ധമാവും. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഒരു പുരുഷൻ അങ്ങനെ ഹഷ്ഫ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ, സാധാരണഗതിയിൽ ഹഷ്ഫയുടെ അളവ് എത്രയായിരിക്കുമോ അത്രയും ഭാഗം ഫർജിൽ പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവും. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇന്നമൽ മാ ഉ മിനൽ മാ ഇ എന്നൊരു ഹദീസ് ഉണ്ട്. അതായത് കുളിയുടെ വെള്ളം, ബീജം എന്ന വെള്ളം ഉണ്ടെങ്കിൽ മതി എന്നൊരു ഹദീസ്. അഥവാ പിന്നെ ജനാബത്ത് ബീജം പുറപ്പെട്ടാലേ കുളിക്കാൻ നിർബന്ധമുള്ളൂ എന്നൊരു ഹദീസ്, ആർത്തം ധരിപ്പിക്കുന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ദഈഫാണിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ആ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ സ്കരിച്ചിട്ടില്ലെങ്കിൽ ലൈംഗിക ബന്ധം പുലർത്തിയത് കൊണ്ട് മാത്രം കുളി നിർബന്ധമാവുകയില്ല എന്നത് തെറ്റാണ്, അത് അബദ്ധമാണ്. സ്കരിച്ചാലും സ്കരിച്ചില്ലെങ്കിലും കുളി നിർബന്ധമാണ്. സ്കരിച്ച കാര്യം ഇന്നലെ വിശദീകരിച്ചിട്ടുമുണ്ട്. ഫിഖ് 40. കുളിയുടെ കാരണങ്ങളിൽ മൂന്നാമത്തത് അൽ ഹൈദു, ആർത്തവം. ഹുവ ദമുജിബില്ലത്തിൻ യഖ്റുജു മിൻ അഖ്സാ റഹിമിൽ മർഅത്തി ഫി ഔഖാത്തി മഖ്സൂസ. ഹൈദിൻ്റെ നിർവചനം എന്താണ്? ഹൈദ് ദമുജിബില്ലത്തിൻ, പ്രകൃതിപരമായി ഉണ്ടാകുന്ന രക്തം. യഖ്റുജു, അത് പുറത്തു വരും, മിൻ അഖ്സാ റഹിമിൽ മർഅത്തി, സ്ത്രീയുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന്, ഫി ഔഖാത്തി മഖ്സൂസ, പ്രത്യേക ടൈമുകളിൽ, പ്രത്യേക സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകൃതിപരമായിട്ടുള്ള രക്തമാണ് ഹൈദ്. വാക്കല്ലു സിന്നിഹി, ഹൈദുണ്ടാവുന്ന വയസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് ഇസ്തിക്മാലു തിസ്ഇസ്നീന, 9 വയസ്സ് പൂർത്തിയാവല. തക്രീബൻ, ഏകദേശം. ഏകദേശം എന്ന് പറയുമ്പോൾ ഫലോ റഅത്തി ദമ ഖബല തമാമി തിസ്ഇ ബിദൂനി 16 യൗമൻ ഫഹുവ ഹൈദുൻ. 9 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ 16 ദിവസങ്ങൾക്ക് താഴെ രക്തം കണ്ടാൽ അത് ഹൈദാണ്. 16 ദിവസം ഇനിയുണ്ട് എങ്കിൽ അത് ഹൈദല്ല, നിഫാസ് ആയിരിക്കും, ഇസ്തിഹാദത്തായിരിക്കും. അപ്പോൾ 9 വയസ്സ് കറക്റ്റ് ആവണമെന്നില്ല, ഏകദേശം മതി. ഏകദേശത്തിനൊരു കണക്കുണ്ട്, അത് 16 ദിവസത്തിൽ താഴെയാണ്. ഇനി 9 വയസ്സ് പൂർത്തിയാവാൻ 16 ദിവസമില്ല, അപ്പോൾ കണ്ടാലും അത് ഹൈദായിട്ട് പരിഗണിക്കപ്പെടും. വല ആഖിറലി സിന്നിഹി,
അതിൻ്റെ വയസ്സിന് സമാപനമില്ല, അവസാനമില്ല, എത്രയും എപ്പോഴും ഉണ്ടാവാം. പക്ഷേ സർവ്വസാധാരണയായി 62 കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാറില്ല. ഇത് ഹയലുണ്ടാവുന്ന ചുരുങ്ങിയ പ്രായപരിധിയാണ്. ഇനി വാക്കലുൽ ഹയല് യൗമുൻ വലൈലത്തുൻ, മിനിമം ഹയല് ഒരു പകലും ഒരു രാത്രിയുമാണ്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് ഏറ്റവും ചുരുങ്ങിയ ഹയല്. അപ്പോൾ സ്ത്രീക്ക് പുറത്തു വന്ന രക്തം ആ ടൈമെല്ലാം കൂടി കൂട്ടി 24 മണിക്കൂർ ഇല്ലെങ്കിൽ, കണ്ടിന്യൂ ആയിട്ട് 24 മണിക്കൂർ വരണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന ടൈം എല്ലാം കൂടി കൂട്ടി 24 മണിക്കൂർ ഇല്ലെങ്കിൽ അത് ഹയലല്ല, രോഗമാണ്. ഏറ്റവും മിനിമം 24 മണിക്കൂർ വേണം. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 24 മണിക്കൂർ വന്ന് ഹയൽ നിന്ന് പോകാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. ഗാലിബുഹു, സർവ്വസാധാരണയായിട്ടുണ്ടാവുന്നത് 6 ഔ 7, 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം. വാക്സറുഹു, മാക്സിമം 15 യൗമൻ, 15 ദിവസമാണ്. തുടക്കം മുതൽ പരിഗണിച്ചാൽ 15 ദിവസം വരെ പോവാം. അത് കണ്ടിന്യൂ ആയിട്ട് പോവാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോവാം, രണ്ടും ഉണ്ടാവാം. കാക്കല്ലി തുഹുരിൻ ബൈനിൽ ഹൈലത്തൈനി, രണ്ടാർത്തവങ്ങൾക്കിടയിലുള്ള മിനിമം ശുദ്ധി 15 ദിവസമാണ്. ഇതുപോലെ മാക്സിമം ഹൈൽ 15 ദിവസമാണ്. വലാ ഹദ്ദലി അക്സരിഹി, ശുദ്ധി അതിൻ്റെ മാക്സിമത്തിന് പരിധിയില്ല. ഒരു പ്രാവശ്യം ഹൈലുണ്ടായി പിന്നെ തീരെ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഹൈലുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. വൻ നക്കാവു ബൈനദ്യമായി ഹൈലുൻ, രക്തങ്ങൾക്കിടയിൽ കാണുന്ന ശുദ്ധിയാവസ്ഥ എന്ന് പറഞ്ഞാൽ രക്തമില്ലാത്ത അവസ്ഥ. ഇന്ന് കണ്ട് നാളെ കണ്ടില്ല, അല്ലെങ്കിൽ 1 മണിക്കൂർ കണ്ട് 2 മണിക്കൂർ കണ്ടില്ല, അങ്ങനെയുള്ള കാണാത്ത അവസ്ഥ ഹയലുൻ, അതും ഹയലായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ഹയലിൻ്റെ നിയമങ്ങളൊക്കെ ആ സമയത്തേക്കും ബാധകമാണ്. പക്ഷെ രക്തങ്ങൾക്കിടയിൽ കാണുന്ന ഈ സമയം ഹയലായി പരിഗണിക്കപ്പെടാൻ 2 കണ്ടീഷൻ ഉണ്ട്. ഇല്ലം യസീദ് മാദ്യമായി അല അക്സരിൽ ഹയലി, രക്തം കാണുന്ന ആ സമയവും ഈ സമയവും കൂടി കൂട്ടിയിട്ട് 15-ന് അപ്പുറം പോകാൻ പാടില്ല. വലം യങ്കുസ് മജ്മൂദ്യമായി നക്കലിൽ ഹയലി, ഈ ഹയല് രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ മൊത്തം 24 മണിക്കൂറിനേക്കാൾ കുറയാനും പാടില്ല. എങ്കിൽ ആ ഹയല് രക്തം വന്നുകൊണ്ടിരിക്കുന്നതല്ലാത്ത സമയവും കൂടി ഹയലായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. 2 കണ്ടീഷൻ പറഞ്ഞത്, 2 ഹയലിൻ്റെ ഈ രക്തം വരാത്ത സമയം, ആ സമയം മൊത്തം, അതോടൊപ്പം ഈ രക്തം വന്ന സമയം കൂടി കൂട്ടിയിട്ട് രക്തം തുടങ്ങിയ അന്ന് മുതൽ കൂട്ടിയാൽ 15-ന്റെ അപ്പുറം പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ രക്തം പുറപ്പെട്ട സമയങ്ങൾ മാത്രം നോക്കിയിട്ട് ആ ടൈം നോക്കിയാൽ അത് 24 മണിക്കൂറിൽ കുറയാനും പാടില്ല. എങ്കിൽ ഈ രക്തങ്ങൾക്കിടയിൽ കാണുന്ന സമയം ഹൈലായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ഇതാണ് അക്കലുൽ ഹയല്, വാരിബുൽ ഹയല്, അക്സറുൽ ഹയല്, അക്സറു തുഹറ്, അക്കലു തുഹർ എന്നൊക്കെ പറഞ്ഞത്. ശ്രദ്ധിക്കാം, ഈ ഭാഗം സ്ത്രീകൾ നന്നായി ഒന്നുകൂടെ കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് അബദ്ധങ്ങളും തെറ്റായ ധാരണകളും ഈ വിഷയത്തിൽ സഹോദരിമാർക്കുണ്ട്. ഇനിയെങ്കിലും അത് തിരുത്താൻ വേണ്ടി ശ്രമം നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിഖ് 41. കുളി നിർബന്ധമാകുന്ന കാരണങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4-മത്തത് നിഫാസാണ്. നിഫാസ് ദമു ഹൈലിൻ, ഹൈലുരക്തമാണ്. മുജ്തമിഇൻ, സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന. യഹ്റുജ്, അത് പുറത്തു വരും. ബഅദ ഫറാഗി ജമീഇ റഹിമി,
ഗർഭാശയം മുഴുവനും ഒഴിവായതിൻ്റെ ശേഷം, കുട്ടി മുഴുവനും പുറത്തേക്ക് വന്നതിന് ശേഷം എന്നർത്ഥം. ഖബല മുളി ഹംസത്ത് അശറ യൗമൻ മിനൽ വിലാദത്തി, പ്രസവിച്ച് 15 ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ്. 15 ശേഷം പുറത്തേക്ക് വന്നാൽ അത് നിഫാസ് അല്ല, അത് ഹൈദിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഇങ്ങനെ പ്രസവിച്ച് 15 ദിവസം കഴിയുന്നതിന് മുമ്പ് സ്ത്രീയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അവളുടെ ഗർഭാശയത്തിൽ ഒരുമിച്ച് കൂടി നിന്നിരുന്ന ഹൈദ് രക്തമാണ് നിഫാസ് എന്ന് പറയുന്നത്. വാക്കല്ലുഹു ലഹലത്തുൻ, അതിൻ്റെ മിനിമം ഏറ്റവും ചുരുങ്ങിയത് 1 സെക്കൻഡാണ്. വാലിബുഹു അർബഊന, സാധാരണ 40 ദിവസങ്ങളാണ്. വാക്സറുഹു സിത്തൂന യൗമൻ, ഏറ്റവും കൂടിയത് 60 ദിവസങ്ങളാണ്. 90 എന്നൊരു പഴയ സംസാരം കേൾക്കാറുണ്ട്, അത് ശരിയല്ല. മാക്സിമം പോയാൽ 60 വരെ ഉണ്ടാവുള്ളൂ. ഈ 60-നിടയിൽ എപ്പോഴും സ്ത്രീക്ക് ഈ നിഫാസ് നിൽക്കാം. നിന്ന് കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്, നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. 5-മത്തെ കാരണം അൽ വിലാദത്തു, പ്രസവമാണ്. വലു അലക്കത്തൻ ഔ മുളകത്തൻ, അത് രക്തപിണ്ഡമോ മാംസപിണ്ഡമോ പുറത്തേക്ക് വന്നാൽ പോലും 1-2 മാസം കഴിയുമ്പോൾ അബോർഷനായി പോയാൽ കുളി നിർബന്ധമാണ്. ബീജവും അണ്ഡവും ചേർന്ന ഒരു സിക്താണ്ഡം, അത് മനുഷ്യജീവിതത്തിൻ്റെ ജീവന്റെ അടിസ്ഥാന ഘടകമാണ്. അതാണ് പുറത്തേക്ക് വന്നതെങ്കിൽ കുളി നിർബന്ധമാണ്. അത് മാംസപിണ്ഡമായാലും രക്തപിണ്ഡമായാലും. ഔമാഫി സൂറത്ത് ഹൈവാനിൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ രൂപത്തിലേക്ക് പുറത്തേക്ക് വന്നാലും, ഒബില ഋതൂബത്തിൻ, നനവില്ലാതെ പുറത്തേക്ക് വന്നാലും, അവമിൻ വൈര്യത്തൊരിക്കൽ മുഴത്താതി, അല്ലെങ്കിൽ പതിവായിട്ട് പ്രസവിക്കുന്ന റൂട്ടിലൂടെ അല്ലാതെ പുറത്തേക്ക് വന്നാലും കുളി നിർബന്ധമാണ്. അത് ഏതുപോലെ കമാ യുഹ്റജുൽ വലദു ബിൽ ജറാഹത്തിൽ ബത്നിയ, സിസേറിയനിലൂടെ കുട്ടിയെ പുറത്തെടുക്കും പോലെ. അപ്പോൾ സിസേറിയൻ ചെയ്താലും പ്രസവത്തിന്റെ ഗണത്തിൽ തന്നെയാണ് അത് പെടുക, കുളിക്കൽ നിർബന്ധമായി തീരും. 6-മത്തെ കാരണം മൗത്ത് മുസ്ലിമിൻ, മുസ്ലിം മരിക്കലാണ്. ഒരു ഷഹീദൻ ഷഹീദല്ലാത്ത ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിക്കൽ ഫർദു കിഫായത്തിൽ പെടും, നിർബന്ധമാണ്. അയാൾ മരിച്ചത് മുങ്ങിയിട്ട് മരിച്ചതാണെങ്കിലും അങ്ങനെ തന്നെയാണ് വിധി. അമ്മ ഷഹീദു ഫയഹ്റുമു വസ്ലുഹു, ഷഹീദിനെ കുളിപ്പിക്കൽ ഹറാമാണ്. ഇങ്ങനെ 6 കാരണങ്ങളാണ് കുളി നിർബന്ധമാകാൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി മാ യഹ്റുമു ബിൽ ഹദസിൽ അക്ബർ, വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. യഹ്റുമു ബിൽ ജനാബത്തി വബിൽ വിലാദത്തി ജമീഉ മാ ഹറമ ബിൽ ഹദസിൽ അസ്ഗർ, നേരത്തെ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ 6 പറഞ്ഞിരുന്നു. അവയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനാബത്ത് കൊണ്ടും പ്രസവം കൊണ്ടും ഹറാമാവും. ജനാബത്ത് എന്ന് പറഞ്ഞാൽ മനയെ പുറത്തു വന്നതിൻ്റെ പേരിലോ ജിമായിന്റെ പേരിലോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാബത്ത്. അശുദ്ധി കൊണ്ട് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ മുഴുവൻ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ വരാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് അർത്ഥം ഉദ്ദേശമുള്ളൂ. കാരണം അവിടെ വെള്ളിയാഴ്ച ഹുത്തുബയും കൂടി പരാമർശിച്ചിരുന്നു, ഇവിടെ പ്രസവം കൂടി ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഹുത്തുബുണ്ടോ എന്ന ചർച്ച അനാവശ്യമായ ചർച്ചയാണ്. അതായത് അവിടെ പറഞ്ഞ ഇവിടെ വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഹറാമാണ്. വയഹ്റുമു ബിഹിമാ സിയാദത്തൻ അലൈഹി അംറാനി, അതിനു പുറമെ 2 കാര്യങ്ങൾ കൂടുതലായി ഹറാമാവും. 1 അൽ മക്സുഫിൽ മസ്ജിദി, പള്ളിയിൽ സമയം ചെലവിടുക. 2 ഖിറാഅത്തുൽ ഖുർആനി, ഖുർആൻ ഓതുക. ബി ഖസ്ദിഹി, ഖുർആൻ ആണ് എന്ന ലക്ഷ്യത്തോടുകൂടെ. ഒരു ഹർഫ മിന്നു, അതൊറ്റ അക്ഷരമാണെങ്കിലും ഹറാമു തന്നെയാണ്. എന്നാൽ തഹില്ലു അദ്കാറുഹു ബിലാ ഖസ്ദി ഖുർആനിൻ, ഖുർആൻ എന്ന ലക്ഷ്യമില്ലാതെ ഖുർആനിലെ ദിക്റുകൾ അനുവദനീയമാവും. കഅൻ യഖൂല ഇൻദൽ അക്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ്, അത് ഖുർആനിലെ ആയത്താണ്. പക്ഷേ ദിക്ർ എന്ന ഉദ്ദേശപ്രകാരം ഖുർആൻ എന്ന ലക്ഷ്യമില്ലാതെ അതോതാം.
വഇൻദ റുകൂബി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണത്. അത് ഖുർആനിലെ ആയത്താണ്. പക്ഷേ ആ ഉദ്ദേശപ്രകാരമല്ല ഇവിടെ ഓതുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. വഇൻദൽ മുസീബത്തി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതും ഒരു ആയത്തു തന്നെയാണ്. പക്ഷേ മുസീബത്ത് വരുമ്പോൾ ഈ ഖുർആൻ ആണെന്ന് ലക്ഷ്യമില്ലാതെ അത് ഓതുന്നതിന് കുഴപ്പമില്ല, അനുവദനീയമാണ്. വക്കൽ മക്സിഫിൽ മസ്ജിദിയ തറുദുദു ഫിഹി. പള്ളിയിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കലും ഹറാം തന്നെയാണ്. ലാഉബൂറുഹു എന്ന പള്ളിയിലൂടെ കയറി അപ്പുറത്തേക്ക് കിടക്കുന്നതിന് കുഴപ്പമില്ല. ഫഹുവ ബിലാ ഖറദിൻ ഖിലാഫുൽ ഔല. അതും ലക്ഷ്യമില്ലാതെയാണെങ്കിൽ ഖിലാഫുൽ ഔലയാണ്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങളും 2 കാര്യങ്ങൾ കൂടുതലായിട്ടും ജനാബത്ത്, പ്രസവം എന്നീ കാരണങ്ങളാൽ ഹറാമാവുന്നതാണ്. ഫിഖ്ഹ് 45. കുളിയുടെ സുന്നത്തുകളുടെ തുടർച്ച. 5ാമത്തെ സുന്നത്ത് ഇസാലത്തു ഖദരിൻ. ശരീരത്തിൽ മാലിന്യമുണ്ടെങ്കിൽ കുളിക്കും മുമ്പ് അത് നീക്കം ചെയ്യൽ സുന്നത്താണ്. കമനിയിൻ വ മദിയിൻ. മനയ്യി, മദി പോലെയുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയൽ സുന്നത്തുണ്ട്. 6 അസ്സിവാക്കു വൽ മൽമലത്തു വൽ ഇസ്തിൻഷാക്കു. പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക, വായിലുള്ള കൊപ്പിളിക്കുക, മൂക്കിലുള്ള കയറ്റി ചീറ്റുക. അതൊക്കെ കുളിയുടെ സുന്നത്തുകളാണ്. 7 വുളൂൻ കാമിലുൻ. സമ്പൂർണമായ ഒരു വുളു, കാലുൾപ്പെടെ കഴുകിക്കൊണ്ടുള്ള സമ്പൂർണമായ വുളു. വൽ അഫ്ളലു കൗനുഹു അവ്വലുഹു. കുളിക്കും മുമ്പായിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. 8 ഇസ്തിസ്ഹാബുൽ വുളൂഇ ഇലാ ആഖിൽ ഉസ്രി. തുടക്കത്തിലെടുത്ത വുളു കുളിയുടെ അവസാനം വരെ സൂക്ഷിക്കൽ. വുളു മുറിയുന്ന കാര്യങ്ങൾ എടുക്കില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. 9 തഅഹുദുൽ മുആതിഫി. ചുളിഞ്ഞ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകുക. കല്ലുദിനി വല്ലിബുത്തി വസുറത്തി. ചെവി, കക്ഷം, പൊക്കിൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വെള്ളം ചേരാൻ സാധ്യത കുറയും. അവിടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴുകുക. 10 തഹ്രീരു ഷഅരിഹി മഅ തഅഹുദി ഉസൂലിഹി. മുടി തിക്കകറ്റുക, അതിൻ്റെ മുരടൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട്. തലമുടിയും മുഖത്തുള്ള മുടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. 11 ഇഫാദത്തുൽ മായി അലാ റസിഹി. തലയിലേക്ക് വെള്ളം ഒഴിക്കുക ആദ്യം. സുമ്മാല ഷിക്കിഹിൽ ഐമനി, പിന്നെ വലതുഭാഗത്ത്. സുമ്മാല ഷിക്കിഹിൽ ഐസർ, പിന്നെ ഇടതുഭാഗത്ത്. അങ്ങനെയാണ് കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ക്രമം. കാല് മുതൽക്ക് കുളിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അതല്ല വേണ്ടത്. നിയത്ത് വെച്ചിട്ട് ആദ്യം തലയിലുള്ള ഒഴിക്കുക, പിന്നെ വലഭാഗം, പിന്നെ ഇടതുഭാഗം. 12 ദൽക്കു ബദനിഹി ഇന്ദ കുല്ലി ഇഫാദ. ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴും ശരീരം ഉരച്ചു കഴുകുക. 13 തർത്തീബു മാ ദുക്കിറ കമാ ദുക്കിറ. ഈ 12 വരെ പറഞ്ഞ കാര്യങ്ങളിൽ പലതും ആ പറയുന്ന ക്രമത്തിൽ തന്നെ ചെയ്യുക. 14 മുവാലാത്തു, തുടർച്ച, എന്നാൽ വേഗം കുളിക്കുക എന്നർത്ഥം. 15 തെർക്കു തക്കല്ലുമിൻ വസ്തിയാനത്തിൻ വ നഫ്ളിൻ വ തൻഷീഫിൻ ബിലാ ഉദ്രിൻ. കാരണമില്ലാത്ത സംസാരം, മറ്റുള്ള ആളോട് സഹായം അഭ്യർത്ഥിക്കൽ, കുടയൽ, തോർത്തൽ, ഇതൊക്കെ ഉപേക്ഷിക്കുക. 16 അല്ലായങ്കുസ് മാഉഹു അൻ സ്വായിൻ. കുളിയുടെ വെള്ളം ഒരു സ്വായനേക്കാൾ ചുരുങ്ങാതിരിക്കുക. ഇതിപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വരിക, നേരെ ഓപ്പോസിറ്റാണ് വരിക. ധാരാളം വെള്ളം ഉപയോഗിക്കാറുണ്ട്, അതും പ്രശ്നം തന്നെയാണ്. 17 അല്ലാ യുസീല കബിൽ ഉസ്രിൽ വാജിബി ഷൈഅൻ മിൻ ബദനിഹി. നിർബന്ധമായ കുളിക്കും മുമ്പ് ബോഡിയിൽ നിന്ന് ഒരു വസ്തുവും നീക്കം ചെയ്യാതിരിക്കുക. കഷാരിൻ ഒലുഫിൻ വദമിൻ. മുടി, നഖം, രക്തം പോലെയുള്ളവ ഒന്നും നീക്കരുത്. അത് കറാഹത്താണ്, നീക്കാതിരിക്കൽ സുന്നത്താണ്. 18 തദാറുക്കുമാ ഫാത്തുഹുമിൻ വുളൂഇൻ ഔ മൽമത്തിൻ ഔ ഇസ്തിൻഷാക്കിൻ. വുളൂ, വായിലെള്ളം കൊപ്പിളിക്കുക, മൂക്കിലെള്ളം കയറ്റി ചീറ്റുക തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ, തുടക്കത്തിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. 19 സത്രുൽ ഔറത്തി ഫിൽ ഹൽവത്തി. സ്വന്തമാണെങ്കിലും ബാത്റൂമിൽ സ്വന്തമായിരിക്കുമല്ലോ, എന്നാലും ഔറത്ത് മറക്കൽ സുന്നത്താണ്.
ഫഇന്നല്ലാഹ തആല അഹഖു അൻ യുസ്തഹിയ മിൻഹു, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ ലജ്ജിക്കപ്പെടാൻ അർഹൻ. അള്ളാഹു അവരത് കാണാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ലജ്ജിക്കണം, അതുകൊണ്ട് അവറത്ത് മറക്കണം, സുന്നത്താണ്. 20 അത് ദിക്റു വദ്ദുആഉ ബഅദഹു, കുളിക്ക് ശേഷം ദിക്റും ദുആവും നടത്താം. വഹുമാ ഐനുമാ ദുക്കിറ ഫിൽ വുളൂഇ, വുളൂയിൽ പറഞ്ഞ അതേ ദിക്ർ തന്നെയാണ് ഇവിടെയും സുന്നത്തുള്ളത്. 21 അത്തസ്ലീസു ലികുല്ലി മിന തസ്മിയതി വത്തഹ്ലീലി വദ്ദൽകി വൽ ഗുസ്ലി വദ്ദിക്രി വദ്ദുആഇ, ബിസ്മി ചൊല്ലുക, തിക്കകറ്റുക, ഉരച്ചു കഴുകുക, കുളിക്കുക, ദിക്ർ ചൊല്ലുക, ദുആ നടത്തുക, ഇതൊക്കെയും 3 പ്രാവശ്യമാക്കൽ സുന്നത്തുണ്ട്. 22 തതീബുൽ മർഅത്തി ഫർജഹ, സ്ത്രീ അവളുടെ ഫർജിൽ സുഗന്ധം ഉപയോഗിക്കുക. ബിനഹവി മിസ്കിൻ, കസ്തൂരി പോലെയുള്ള സുഗന്ധമായിരിക്കലാണ് നല്ലത്, അതുകൊണ്ട് സുഗന്ധം പുരട്ടുക. ഇസ്രദ്ദമി, ഹയദിൻ്റെ പിറകിലാണെങ്കിൽ, ബഅദ കുളിച്ച ശേഷം, ഹയദ് നിഫാസിൻ്റെ കാരണത്താലാണ് കുളിച്ചതെങ്കിൽ കുളിക്ക് ശേഷം ഫർജിൽ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ഇത് ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ചടഞ്ഞിരിക്കുന്ന സ്ത്രീകളോ ഇഹ്റാമിലായ പെണ്ണുങ്ങളോ നോമ്പെടുത്തവർക്കോ ഇത് ബാധകമല്ല, അവർക്കിത് ഹറാമും കറാത്തും ഒക്കെ വരും. അല്ലാത്തവർക്കത് സുന്നത്താണ്. ഇങ്ങനെ 22 സുന്നത്തുകളാണ് കുളിയുടേതായി ഇവിടെ ഇതുവരെ പരാമർശിച്ചത്. ഫിഖ്ഹ് 46 ഇതുവരെ സംസാരിച്ചത് കുളിയുടെ സുന്നത്തുകളാണ്. ഇനി മക്റുഹാത്തുൽ വുസ്ലി, കുളിയിൽ കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മക്റുഹാത്തുൽ വുളൂഇ, വുളൂയിൽ കറാഹത്താക്കപ്പെട്ട കാര്യങ്ങളൊക്കെ കുളിയിലും കറാഹത്താണ്. രണ്ടാമത്തത് തർക്കുൽ വുളൂഇ, വുളൂ ചെയ്യാതിരിക്കുക എന്നത് കുളിയുടെ കറാഹത്താണ്. 3 തർക്കുൽ മർഅത്തി തതീബൽ ഫർജി ഇസ്രദ്ദമി, ഹൈള് നിഫാസുകൾക്ക് പിറകെ സ്ത്രീ കുളിച്ച ശേഷം ഫർജിൽ സുഗന്ധം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു, അത് ഉപേക്ഷിക്കലും കറാഹത്താണ്. വൈസന്നുൽ ജുനുബി, ജനാബത്തുള്ളവർക്ക് സുന്നത്താണ്. വമുങ്കത്തിയത്തിൽ ഹൈദി വൻ നിഫാസി, ഹൈദുൻ നിഫാസും നിലച്ചവൾക്കും സുന്നത്താണ്. വസുൽ ഫർജി, ഫർജ് കഴുകൽ, വൽ വുളു എടുക്കലും, ഇന്നോമി ഉറങ്ങാൻ വേണ്ടി, വല്ലക്കിലി ഭക്ഷിക്കാനും, വസ്റുബി കുടിക്കാനും, ദിക്രി ദിക്ർ ചെല്ലാനും. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ വുളു എടുക്കൽ സുന്നത്താണ് എന്നർത്ഥം. വക്കദൽ ജിമാഉൽ ജുനുബി, ഇതുപോലെ തന്നെ ജനാബത്തുള്ളവൻ സംയോഗം ചെയ്യാൻ ഉദ്ദേശിച്ചാലും കുളിക്കും മുമ്പ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. വയുക്റഹു ഫിഅ്ലു ശൈഇൻ മിൻ ദാലിക ഖബല ഗസ്ലിൽ ഫർജി, എന്നാൽ ഫർജ് കഴുകും മുമ്പ് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യൽ കറാഹത്താണ്. ഈ കാര്യങ്ങളെല്ലാം നിത്യജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ്. ഇനി ഏതാനും സുന്നത്ത് കുളികളെ കുറിച്ചാണ് പറയുന്നത്. അൽ അസ്വാലുൽ വസുന്നത്തു, സുന്നത്താക്കപ്പെട്ട കുളികൾ. യുസന്നുൽ വസ്ലു, കുളി സുന്നത്താണ്. ജുമാഅത്തി, ജുമാഅക്ക് വേണ്ടി. വൽ ഈദൈനി, 2 പെരുന്നാളുകൾക്ക് വേണ്ടി. വൽ കുസൂഫൈനി, 2 ഗ്രഹണങ്ങൾ. വൽ ഇസ്തിസ്കായി, മഴ തേടുന്ന നിസ്കാരം. വൽ ഇഅ്തികാഫി, മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കൽ. വൽ അദാനി, ബാങ്ക് വിളിക്കൽ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട് മുഅദ്ദിന്. വദുഖൂലിൽ ഹറമൈനി, മക്ക മദീന ഹറമുകളിലേക്ക് പ്രവേശിക്കൽ. വദുഖൂലി മസ്ജിദിൻ, പള്ളിയിൽ പ്രവേശിക്കൽ. പള്ളിയിൽ പോകുമ്പോഴൊക്കെ കുളിച്ചിട്ട് പോകൽ പ്രത്യേകമായി സുന്നത്തുണ്ട്. മജ്മഇ മിൻ മജാമിഇൽ ഖൈരി, ഖൈറിൻ്റെ
സദസ്സുകളിൽപ്പെട്ട സദസ്സിൽ സംബന്ധിക്കുകയാണെങ്കിൽ അവിടെയും കുളിച്ചിട്ട് പോകണം. കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഹൈറിൻ്റെ മജുമയാണ്. വിക്കറുകളുടെ സദസ്സുണ്ടെങ്കിൽ, നിക്കാഹിൻ്റെ സദസ്സുണ്ടെങ്കിൽ ഹൈറിൻ്റെ മജുമകളാണ്. അവിടേക്ക് പോകുമ്പോൾ കുളിച്ചു പോകൽ സുന്നത്തുണ്ട്. വഫീ കുല്ലി ലൈലത്തിൻ റമദാന, റമദാനിൻ്റെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്തുണ്ട്. ഉന്മേഷം ലഭിക്കാനും ആരോഗ്യത്തിനും നല്ലതാണ്. വൽ ഇസ്ലാമി കാഫിരിൻ, ഒരു അവിശ്വാസി ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവൻ കുളിക്കൽ സുന്നത്തുണ്ട്. വൈഫാക്കത്തിന് അഹവി മജ്നൂനിൻ, ഭ്രാന്ത് ബോധം പോലെയുള്ള വസ്തുതയിൽ നിന്ന് ബോധം തെളിയുമ്പോഴും വബുലൂഗി സബീൻ, കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോഴൊക്കെ കുളിക്കൽ സുന്നത്താണ്. പക്ഷെ ഇവർക്ക് കാഫർ മുസ്ലിമാകുമ്പോഴും ഭ്രാന്തൻ തെളിയുമ്പോഴും കുട്ടി പ്രായപൂർത്തിയാകുമ്പോഴും കുളിക്കൽ സുന്നത്താണെന്ന് പറയുന്നത് ഇദാലം യസ്ബിഖ് മിൻഹും ഷൈഉം മിൻ മുജിബാത്തിൽ ഗുസ്ലി, നേരത്തെ പറഞ്ഞ കുളിയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലാണ്. വയില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫേജിബുൽ ഗുസ്ൽ, കുളി സുന്നത്തല്ല, വാജിബ് തന്നെയാണ്. വലിയ ഗുസ്ലി മയ്യത്തിൻ, മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കൽ സുന്നത്തുണ്ട്. വഹൽക്കി ആനത്തിൻ, ലിംഗ മുടികളെ നീക്കിയാൽ അതിനു വേണ്ടിയും കുളിക്കൽ സുന്നത്തുണ്ട്. വനത്തുഫീബത്തിൻ, കക്ഷരോമം പറിക്കുക, കക്ഷത്തരോമം നീക്കിയാലും കുളിക്കൽ സുന്നത്തുണ്ട്. വഖസ്സി ഷാരിബിൻ, മീശ വെട്ടി എന്നാൽ പോയി കുളിക്കൽ സുന്നത്താണ്. ഹിജാമത്തിൻ വഫസ്തിൻ, ഹിജാമ് ചെയ്യുക, കൊത്തിവെക്കുക. അതുപോലെ തഗയ്യുറു ജസദിൻ, ബോഡി വിയർപ്പ് കൊണ്ടോ മറ്റൊക്കെ പകർച്ച വരിക. ഈ ഘട്ടങ്ങളിലൊക്കെ കുളിക്കൽ സുന്നത്താണ്. ആ നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ കുളിച്ചാൽ കൂലി ലഭിക്കും. അപ്പോഴേ ആ നെയ്യത്തുണ്ടാകുമ്പോഴേ കൂലി ലഭിക്കുകയുള്ളൂ, സുന്നത്ത് വീടുകയുള്ളൂ. ഇതുപോലെ വമിനൽ അവസായിൽ മസ്നുനത്തി, സുന്നത്താക്കപ്പെട്ട കുളികളിൽ പെട്ടതാണ് അവസാലുൽ ഹജ്ജ് വൽ ഉംറ കമാസത്ത് എത്തി. ഹജ്ജ് ഉംറ വേളകളിൽ ധാരാളം കുളികളുണ്ട്. ആ കുളികളെല്ലാം വയംവി ഫി കുല്ലി മിൻഹാ സബബുഹു, ഈ പറഞ്ഞ മുഴുവൻ കുളികളിലും അതിൻ്റെ കാരണങ്ങളെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഉദാഹരണം, നബൈത്തുൽ ഗുസ്ല ഇൽ ജുമാഅത്തി, ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യും പോലെ. ഇല്ലാ ഫി ഗുസ്ലി നഹവിൽ മജ്നൂനി ഇദാ അഫാക്ക, ഭ്രാന്തൻ പോലുള്ളവർ ബോധം തെളിഞ്ഞാൽ ഉള്ള കുളി ഒഴികെ. അവിടെ ഫയംവി ബിഹി റഫ് അൽ ജനാബത്തി, ജനാബത്ത് ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. കാരണം ഫൈനഹു സൂര്യ ഇഹ്തിമാലി ഹായിന്ദ സവാരി അഖിലിഹി, ബുദ്ധി നീങ്ങിപ്പോയ സമയത്ത് ഈ ജനാബത്തുണ്ടാവാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ആ കുളി സുന്നത്തായത്. അതുകൊണ്ട് അതാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഫൈൻ അജസ അൻ ഒസ്ലിമിൽ അവസായിൽ മസ്നുനത്തി തയമ്മ, ഇതുവരെ പറഞ്ഞ സുന്നത്തായ കുളികളിൽ ഒന്നും നിർവഹിക്കാൻ സാധിക്കാതിരുന്നാൽ തയമ്മും ചെയ്യണം. ഇതാണ് കുളിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഫിഖ്ഹ് 47 തദാഖുലുൽ അഹ്ദാസ്, അശുദ്ധികൾ പരസ്പരം പ്രവേശിക്കുക. ഒരാളിൽ ഒന്നിൽ കൂടുതൽ അശുദ്ധികൾ ഉണ്ടെങ്കിൽ ഓരോ അശുദ്ധിക്കും വെവ്വേറെ ശുദ്ധീകരിക്കേണ്ടതില്ല, എല്ലാറ്റിനും കൂടി ഒരു ശുദ്ധീകരണം മതി എന്ന പരാമർശം. ലൗ അഹ്ദസ വ അജ്നബ, ഒരാൾ അശുദ്ധിക്കാരനായി ചെറിയ ശുദ്ധിയുള്ളവനായി ജനാബത്തുമുണ്ടായി അയാൾക്ക്, എന്നാൽ കഫ ഉസുൽ ജനാബത്തി അനിൽ വുളൂഇ, ജനാബത്തിൻ്റെ കുളി വുളൂവിന് തൊട്ട് മതി. ജനാബത്ത് കുളിക്കുമ്പോൾ വലിയ ശുദ്ധി ഉയരും. ആ വലിയ ശുദ്ധി ഉയരുന്നതോടൊപ്പം ചെറിയ ശുദ്ധിയും ഉയരും. വുളൂ എന്ന നിയ്യത്ത് പ്രത്യേകം ചെയ്തിട്ടില്ലെങ്കിലും വുളൂ ലഭിക്കുന്നതാണ്. പക്ഷേ കുളിക്കിടയിൽ വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. ലാക്കിന്നൽ അഫ്ളല അൽ ജമ്മു ബൈനഹുമ, പക്ഷേ ഏറ്റവും നല്ലത് രണ്ടും കൂടെ ചെയ്യലാണ്. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വുളൂ എടുക്കുക, പിന്നെ ജനാബത്തിന് വേണ്ടി കുളിക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ജനാബത്തിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്താൽ അതിലൂടെ വുളൂവും കിട്ടും. ഈ കണ്ടീഷൻ ഉണ്ടെന്നർത്ഥം. വലവിജിത്തമാലഹി അസ്ബാബ് വുളൂഇൻ ഫനവ അഹദുഹുമ ഇർതഫഅത് ജമീഉൽ അസ്ബാബി, ഒരാളിൽ വുളൂഇൻ്റെ വിവിധ കാരണങ്ങൾ സമ്മേളിച്ചു,
അവയിൽ ഒന്ന് മാത്രം കരുതിക്കൊണ്ട് വുളു എടുത്തു, എന്നാൽ എല്ലാ കാരണങ്ങളും ഇല്ലാതെയായി പോവും. നമ്മൾ വുളു മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ് പറഞ്ഞത്. 4 കാരണങ്ങളും ഒരാളിലുണ്ടായി. പക്ഷേ വുളു എടുത്തപ്പോൾ അതിലൊന്ന് മാത്രം കരുതിയിട്ട് അതിൻ്റെ പേരിലുള്ള അശുദ്ധി ഉയർത്താൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് വുളു എടുത്താൽ എല്ലാ അശുദ്ധിയും ഉയർന്നു പോകുന്നതാണ് എന്നർത്ഥം. വലവിജിത്തമാലഹി അസ്ബാബ് ഗുസ്ലിൻ വാജിബിൻ ഫനവ അഹദഹുമ ഇർത്തഫാത്ത് ജമീഉൽ അസ്ബാബ്. ഒരാളിൽ നിർബന്ധ കുളിയുടെ കാരണങ്ങൾ ഒന്നിലധികം സമ്മേളിച്ചു, ഒന്ന് കരുതി, എന്നാൽ എല്ലാ കാരണങ്ങളും ഇല്ലാതെയായി പോവും. ജനാബത്ത് ഉള്ള ഒരാൾക്ക് കുളി നിർബന്ധമാകുന്ന മറ്റൊരു കാരണമുണ്ടായി. ഒരു സ്ത്രീ ജനാബത്തുള്ളവളായി. ജനാബത്തുണ്ടായ ഉടനെ തന്നെ അവൾക്ക് മെൻസസുമായി. മെൻസസ് 24 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ നിന്നു. എന്നാൽ രണ്ടിനും കൂടെ നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ രണ്ടും പോകും. രണ്ടിലൊന്ന് കരുതിയാലും രണ്ടും പോകുന്നതാണ്. വമംബിഹി ഹുബുസുൻ വഹദസുൻ കഫാലുഹുമാ ഉസ്ലും വാഹിദുൻ. ഒരാളുടെ ശരീരത്തിൽ നജസ്സുമുണ്ട് അശുദ്ധിയുമുണ്ട്. രണ്ടിനും കൂടി ഒറ്റ കഴുകൽ മതിയാകും. ഒരാളുടെ കൈമേൽ നജസ്സുണ്ട്, അയാൾ വുളു എടുക്കുകയാണ്, അശുദ്ധിക്കാരനാണ്. അപ്പോൾ വുളു എടുക്കുന്നതിന് വേണ്ടി കൈ കഴുകും. ആ കഴുകൽ മതി. ഈ നജസ് കഴുകുന്നതിനും 2 എണ്ണം 2 വേണം നിർബന്ധമില്ല. പക്ഷെ കണ്ടീഷനുണ്ട്. ഇൻസാലൻ നജസു, കൈ കഴുകുമ്പോൾ നജസ് നീങ്ങണം 1. മറ്റൊന്ന് കാനൽ മാഉ വാരിദൻ, വെള്ളം അതിലേക്ക് ഒഴിച്ചു കഴുകണം, വെള്ളത്തിലിട്ട് കൈ കഴുകാൻ പാടില്ല. 2 വലം എത്തവയ്യർ, കഴുകുമ്പോൾ തന്നെ ആ വെള്ളത്തിന് പകർച്ച ഉണ്ടാകാനും പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വുളുവിനെ ശർത്തായി പറഞ്ഞത് അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു ഇല്ലാതിരിക്കണമെന്നാണ്. അപ്പോൾ കയ്യിലെ നജസ് കഴുകി പോവലോടുകൂടെ വെള്ളത്തിന് പകർച്ച വരാതിരിക്കണം. 4 വലം യസീദ് വസ്നുഹു, വെള്ളത്തിന് ഖനം കൂടാനും പാടില്ല. ആ നജസ് ചേർന്നതിൻ്റെ പേരിൽ ഖനം ഉണ്ടാകാനും പാടില്ല. ഇങ്ങനെ നജസ് നീങ്ങുക, വെള്ളം അതിലേക്ക് ഒഴിക്കുക, വെള്ളത്തിന് പകർച്ച വരാതിരിക്കുക, ശേഷം വെള്ളത്തിന് ഖനം കൂടാതിരിക്കുക, ഈ 4 വ്യവസ്ഥകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവയവത്തിലെ നജസ് നീങ്ങും ആ വുളുവിന് വേണ്ടി കഴുകലോടൊപ്പം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ലാക്കിനി സുന്നത്തു ത്വഹാറത്തുൽ ഹുബുസി അവ്വലൻ വ ത്വഹാറത്തുൽ ഹദസി സാനിയൻ. പക്ഷേ സുന്നത്ത് ആദ്യം നജസ് നീക്കം ചെയ്യലാണ്. നജസ് നീക്കിയതിന് ശേഷം അശുദ്ധി ഉയർത്തലാണ് ഏറ്റവും നല്ലത്.